Dear friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് Lebesgue integration further topics എന്നുള്ള ചാപ്റ്ററിലെ ഡെഫിനേഷനും തിയറംസുമാണ്. Definition: Let sequence fn be a sequence of measurable functions on E and f a measurable function on E for which f and each fn is finite almost everywhere on E. The sequence fn is said to converge in measure on E to f provided for each eta greater than 0. Limit n tends to infinity. Measure of set of all x belongs to E such that modulus of fn of x minus f of x greater than eta equal to 0. ഇവിടെ നോക്കാം, നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജ് ഇൻ മെഷർ ഓൺ ഇ എന്നുള്ള ആശയം പറയുന്നത് എന്നാണ്. ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷനെ കൺവേർജ് ഇൻ മെഷർ. നമുക്ക് കൺവേർജൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. പോയിന്റ് വൈസ് കൺവേർജൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ യൂണിഫോം കൺവേർജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു രീതിയിലുള്ള കൺസെപ്റ്റാണ് കൺവേർജ് ഇൻ മെഷർ. മെഷറിന്റെ ആശയത്തിൽ ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. നോക്കുക, സീക്വൻസ് എഫ് എൻ ഇവിടുത്തെ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോമൺ ഡൊമൈൻ ആയിട്ടുള്ള ഇക്ക് മുകളിലാണ്. ഇനി എഫ് എന്ന് പറയുന്ന മെഷറബിൾ ഫംഗ്ഷൻ, അതിലേക്കാണ് നമ്മൾ കൺവെർജൻസ് പറയാൻ പോകുന്നത്. എഫ് എന്ന് പറയുന്ന മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഇ എന്ന് പറയുന്ന സെയിം ഡൊമൈനിലാണ്. ഫോർ വിച്ച് അവർ എഫ് ആൻഡ് ഈച്ച് എഫ് എൻ ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. അതായത് എഫും എഫ് എനും എന്തായിരിക്കണം? ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദ സീക്വൻസ് എഫ് എൻ ഈസ് സെഡ് ടു കൺവേർജ് ഇൻ മെഷർ ഓൺ ഇ ടു പ്രൊവൈഡ് ടു എഫ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് എപ്സിലോൺ. കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത് ഫോർ ഈച്ച് ഈറ്റ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ അല്ല, ഇവിടെ ഈറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ഈച്ച് ഈറ്റ ഗ്രേറ്റർ ദാൻ 0. ലിമിറ്റ് n tends to infinity. Measure of set of all x belongs to E such that modulus of fn of x minus f of x greater than eta equal to 0. അപ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ടത്, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളാണ് ആ ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഏതൊരു ഈറ്റയ്ക്കും സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ആദ്യത്തെ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഒരു സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് സെറ്റ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈറ്റയേക്കാൾ വലുതായിട്ട് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിലേക്കാണ് കൺവെർജൻസ് പറയുന്നത്. മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വരുന്ന ഈറ്റയേക്കാൾ വലുതായിട്ട് ആ ക്വാണ്ടിറ്റി വരുന്ന എക്സുകളുടെ കളക്ഷനാണ് നമ്മുടെ സെറ്റ്. അങ്ങനെ ഇപ്പം നമുക്ക് ആദ്യം എന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് ആദ്യം എഫ് എൻ ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് യുവർ F1 ഇറ്റ്സ് എ ഫസ്റ്റ് മെമ്പർ ഓഫ് യുവർ സീക്വൻസ്. അപ്പോൾ ഈറ്റ എന്ന് പറയുന്നത് ഒരു 1/2 എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് F1 ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 വരുന്ന എക്സുകളുടെ കളക്ഷനാണ് ആദ്യത്തെ സെറ്റ്. ഇനി ഈറ്റ ഞാൻ മാറ്റുന്നില്ല. then you take n equal to 2, then you get another the second function that is F2. അപ്പോൾ അടുത്തൊരു സെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. എന്ത് സെറ്റ് ഓഫ് മോഡുലസ് ഓഫ് F2 ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 വരുന്ന എക്സുകളുടെ കളക്ഷൻ അടുത്തൊരു സെറ്റായിട്ട് എടുത്തു. ആദ്യത്തെ സെറ്റിനെ ഞാൻ E1 എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ സെറ്റിനെ ഞാൻ E2 എന്ന് വിളിച്ച് വിചാരിക്കും. അങ്ങനെ എനിക്ക് ഞാൻ ഈറ്റ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും എനിക്ക് ഓരോ സെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആദ്യത്തെ സെറ്റിനെ ഞാൻ E1 എന്ന് പേര് വിളിച്ചു, രണ്ടാമത്തെ സെറ്റിനെ E2 എന്ന് പേര് വിളിച്ചു. മൂന്നാമത്തെ സെറ്റ് എങ്ങനെയായിരിക്കും? E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് F3 ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ 1/2. ഞാൻ 1/2 ആണ് ഈറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ എനിക്ക് ഓരോ ഫംഗ്ഷനോ സീക്വൻസിലെ ഓരോ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഓരോ സെറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കിട്ടിയിരിക്കുന്ന സെറ്റുകളുടെ എല്ലാം മെഷർ കണ്ടുപിടിക്കണം. അതായത് മെഷർ ഓഫ് E1 കണ്ടുപിടിക്കണം, മെഷർ ഓഫ് E2 കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ സെറ്റിൻ്റെയും മെഷർ കണ്ടുപിടിക്കുക. മെഷർ ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു റിയൽ നമ്പർ ആയിരിക്കും. 0നേക്കാൾ വലുതായിട്ടുള്ള റിയൽ നമ്പർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ പറയുന്നത് ലിമിറ്റ് ഓഫ് ദാറ്റ് measures, limit of that non-negative real numbers is 0. അതായത് measure of E1, that is the first സെറ്റിൻ്റെ മെഷറാണ്. അതൊരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ഒരു റിയൽ നമ്പറാണ്.
അതിന് ഞാനിപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിനെ ഞാനൊരു x1 എന്ന് വിളിച്ചു വിചാരിക്കുക. അപ്പോൾ മെഷർ ഓഫ് E2 ഞാൻ x2 എന്ന് വിളിക്കും, മെഷർ ഓഫ് E3 ഞാൻ x3 എന്ന് വിളിക്കും. ആൻഡ് വി ഹാവ് എ സീക്വൻസ് x1, x2, x3 സോ ഓൺ. അതെന്താണ്? ഓരോ കറസ്പോണ്ടിങ് സെറ്റിൻ്റെയും മെഷറാണ്, ഒരു റിയൽ നമ്പറാണ്. അതെവിടേക്ക് കൺവേർജ് ചെയ്യണമെന്ന് പറയണം? സീറോയിലേക്ക് കൺവേർജ് ചെയ്യണമെന്ന് പറയണം. അത്രയും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഈറ്റ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഈറ്റ നമ്മൾ ഫിക്സ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ സെറ്റുകൾ വരുന്നു, ആ സെറ്റുകളുടെ മെഷർ കണ്ടുപിടിക്കുന്നു, ആ മെഷർ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന റിയൽ നമ്പറുകളുടെ കൺവെർജൻസ് സീറോയിലേക്ക് പോകണം. അല്ലെങ്കിൽ ദാറ്റ് സീക്വൻസ് മെഷറായിട്ട് കിട്ടുന്ന റിയൽ നമ്പേഴ്സിൻ്റെ ആ സീക്വൻസ് സീറോയിലേക്ക് കൺവെർജ് ചെയ്യണം. ആൻഡ് ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഈച്ച് ഈറ്റ. ഇപ്പോൾ നമ്മൾ ഒരു ഈറ്റ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം പറഞ്ഞത്. ഇത് നമുക്ക് ഏതൊരു ഈറ്റ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സീക്വൻസ് FN സെറ്റ് ടു കൺവേർജ് ഇൻ മെഷർ ഓൺ E to F എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ നമ്പർ 3. Assume E has finite measure. Let sequence Fn be a sequence of measurable functions on E that converge point-wise almost everywhere on E to F. And F is finite almost everywhere on E. Then sequence Fn tends to F in measure on E. നമുക്ക് ഒത്തിരി കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം E has finite measure. ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം സീക്വൻസ് Fn ഉണ്ട്, അത് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ E എന്ന് പറയുന്ന കോമൺ ഡൊമൈനിലാണ്. ആൻഡ് ദാറ്റ് കൺവെർജസ് ടു പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ E. F എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് അത് പോയിന്റ് വൈസ് കൺവെർജൻസ് സംഭവിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ E. ആൻഡ് വി ഹാവ് വൺ മോർ assumption, that is our F is finite almost everywhere on E. F finite ആയിരിക്കും almost everywhere on E. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് Fn tends to F in measure on E. അതായത് തൊട്ട് നേരത്തെ പഠിച്ച ഡെഫിനേഷൻ പ്രകാരം ഉള്ള കൺവെർജൻസ്, അതായത് കൺവെർജൻസ് ഇൻ മെഷർ ഓൺ E എന്നുള്ള ഇതിവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. Sequence Fn is a sequence of measurable functions on E and it converges to F point-wise almost everywhere on E implies our F is measurable. നമുക്ക് നേരത്തെ അറിയാവുന്ന റിസൾട്ടാണത്. സീക്വൻസ് Fn മെഷറബിൾ ഫങ്ഷൻസ് ആണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോമൺ ഡൊമൈൻ ആയിട്ടുള്ള ഇക്ക് മുകളിലാണ്. കൺവെർജ് ടു F point-wise almost everywhere on E ഉണ്ടെങ്കിൽ നമുക്ക് കൺവെർജ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷൻ ആയിട്ടുള്ള F മെഷറബിൾ ആണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് Fn ടെൻസ് ടു അല്ലെങ്കിൽ കൺവേർജിങ് ടു F ഇൻ മെഷർ ഓൺ E എന്നാണ്. അപ്പോൾ ബൈ ദ ഡെഫിനേഷൻ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് ഫോർ ഈച്ച് എപ്സിലോൺ, ഇവിടെ ഈറ്റയ്ക്ക് പകരം ഞാൻ എപ്സിലോൺ ആണ് എടുത്തിരിക്കുന്നത്, ഈറ്റയ്ക്ക് പകരമല്ല, ഞാനിവിടെ ഒരു എപ്സിലോൺ എടുത്തിട്ടൊരു കണ്ടീഷൻ പറയുകയാണ്. അതായത് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists n belongs to script n such that measure of set of x belongs to E such that Fn of x minus f of x modulus of Fn of x minus f of x greater than eta is less than epsilon for all n greater than or equal to n on each eta greater than 0. അപ്പോൾ നമുക്ക് ആക്ച്വലി കൺവെർജിൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡെഫിനിഷൻ? നമുക്ക് ഇവിടെ അറിയാം, ലിമിറ്റ് n tends to infinity measure of a set is equal to 0. അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ ഫോർ ഈച്ച് ഈറ്റ. അപ്പോൾ ലിമിറ്റ് ഓഫ് എ മെഷർ ഓഫ് എ സെറ്റ് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെർജൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഞാനിപ്പോൾ സീക്വൻസ് എക്സ് ആൻഡ് കൺവെർജിങ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുക? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that mod xn minus x less than epsilon for all n greater than or equal to n. അപ്പോൾ ഇവിടെ എൻ്റെ സീക്വൻസ് മെഷർ സെറ്റുകളുടെ മെഷറായിട്ട് വരുന്ന സീക്വൻസ് എനിക്ക് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ there exists a natural number n such that modulus of measure of that set minus 0 less than epsilon for all n greater than or equal to n എന്ന് പറയണം. അപ്പോൾ നമുക്ക് മോഡുലസ് ക്വാണ്ടിറ്റിനകത്ത് എന്താണ് വരുന്നത്? മോഡുലസ് ഓഫ് മെഷർ ഓഫ് സെറ്റ് -0 കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെഷർ ഓഫ് എ സെറ്റ് നോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് കൊടുക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ത് corresponding to any epsilon there exists an n belongs to script n such that measure of set of x belongs to E such that modulus of fn of x minus f of x greater than eta set close ചെയ്തു which is less than epsilon for all n greater than or equal to n and the result is true for all അല്ലെങ്കിൽ each eta greater than 0 എന്നും കൂടെ നമുക്ക് വേണം എന്ത് കൺവെർജ് ഇൻ മെഷർ എന്നുള്ള ആശയം പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്നുള്ളതിനെ മാറ്റി നമ്മൾ കൺവെർജൻസിന്റെ ഡെഫിനേഷൻ്റെ ടേമിലേക്ക് ഇവിടെ ഇതിനെ മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയിം. ആൻഡ് വി നോ ദ ഇഗ്രോഫ് തിയറം. ബൈ ദ ഇഗ്രോഫ് തിയറം വി ഹാവ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a f subset of E is a measurable subset of E with the measure of E minus f is less than epsilon and sequence fn tends to f uniformly on our f. അപ്പോൾ ഇഗ്രോഫ് തിയറത്തിന്റെ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ സീക്വൻസ് എഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ ആ റിസൾട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ പറയുന്നത് ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും എഫ് എന്ന് പറഞ്ഞ ഇയുടെ ഒരു സബ്സെറ്റ് കിട്ടും വിത്ത് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. മാത്രവുമല്ല സീക്വൻസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവെർജ് ചെയ്യും ഓവർ എഫ്. അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ നേരെ ഉപയോഗിക്കുന്നു. സോ വി ഗെറ്റ് എ സബ്സെറ്റ് മെഷറബിൾ സബ്സെറ്റ് എഫ് ഓഫ് ഇ ബൈ ദ ഡെഫിനേഷൻ ഓഫ് യൂണിഫോം കൺവെർജൻസ്. ഇപ്പം നമുക്ക് ഇഗ്രോഫ് തിയറം പ്രകാരം കിട്ടിയത് എന്താണ്? സീക്വൻസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോമിൽ കൺവെർജ് ചെയ്യുന്നുണ്ട്. യൂണിഫോം കൺവെർജൻസിന്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് പറയാം കറസ്പോണ്ടിങ് ടു ഈറ്റ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that mod fn minus f less than eta on f for all n greater than or equal to n. അപ്പം നമുക്ക് ഇവിടെ നമുക്കുള്ളത് ഒരു കാര്യം എന്താണ്? ഈറ്റ, അതായത് നമ്മുടെ യൂണിഫോം കൺവെർജൻസ് പ്രകാരമാണെങ്കിൽ ആ സീക്വൻസിലെ എല്ലാ ടൈമുകളും ഒരു പെർട്ടിക്കുലർ ഈറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ഓവർ എഫ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഓവർ ഇ അല്ല നമ്മുടെ കയ്യിലുള്ള യൂണിഫോം കൺവെർജൻസ്. ഈ ഗ്രോഫ് തിയറം പ്രകാരം യൂണിഫോം കൺവെർജൻസ് ഓവർ എഫ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് എന്തായി? കറസ്പോണ്ടിങ് ടു എനി ഈറ്റ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that mod fn minus f less than eta on f for all n greater than or equal to n എന്ന് കിട്ടുന്നു. Then for all n greater than or equal to n set of all x belongs to E such that mod fn of x minus f of x greater than eta is a subset of E minus f. എന്താണെന്ന് നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവിടെ എടുത്തിരിക്കുന്നത് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ വരുന്ന എക്സുകളുടെ കളക്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്ന സെറ്റ്. എനിക്കൊരു കാര്യം അറിയാം, ഓവർ എഫിലെ നേരത്തെ യൂണിഫോം കൺവെർജൻസ് പ്രകാരം ഓവർ എഫിലെ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റി ആയിരിക്കും ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിനെ എഫിൽ വരുന്ന ഓരോ പോയിന്റിനും എഫ് എൻ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റി ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ വരുന്ന പോയിന്റുകൾ നിർബന്ധമായും എഫിന് പുറത്തായിരിക്കും കിടക്കുക. എഫിന് പുറത്തെന്ന് പറഞ്ഞാൽ അത് ഇ മൈനസ് എഫിനകത്തായിരിക്കും കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സെറ്റ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് mod fn of x minus f of x greater than eta is a subset of our E minus f. Then we take our measure, that means measure of set x minus E such that mod fn of x minus f of x greater than eta is less than or equal to measure of E minus f. And we know that by the graph theorem our measure of E minus f is less than our epsilon. So we get എന്താണ് കിട്ടുന്ന റിസൾട്ട്? മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് മൈനസ് ഇ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇനി ഞാൻ ആ റിസൾട്ടിനൊന്ന് ചേർത്ത് വായിക്കുന്നു. കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് എ നാച്ചുറൽ നമ്പർ എൻ സച്ച് ദാറ്റ് മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈറ്റ the quantity which is less than epsilon for all n greater than or equal to n means എന്താണ്? നമ്മുടെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എവിടേക്ക്? 0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലേക്ക്. ദാറ്റ് മീൻസ് അവർ ലിമിറ്റ് n tends to infinity measure of set x belongs to such that modulus of fn of x minus f of x greater than eta is equal to 0 means our sequence fn is converged in measure. കാരണം തൊട്ട് മുൻപത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ നെഫ്റ്റ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി കൺവെർജൻസിന്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ
കൺവേർജ് ഇൻ മെഷർ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നമുക്കിവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് we get our sequence fn is converge in measure. അടുത്തൊരു തിയറം, തിയറം നമ്പർ 4, റീസ് തിയറം എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റ്: if sequence fn tends to f in measure on E, then there is a subsequence sequence fnk that converges pointwise almost everywhere on E to f. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു സീക്വൻസ് എഫ് ആണ്. അത് ടെൻസ് ടു എഫ്, കൺവേർജസ് ടു എഫ് ഇൻ മെഷർ. അതായത് നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം ഒരു സീക്വൻസ് ഓഫ് എഫ് എൻ എഫിലേക്ക് കൺവേർജ് ഇൻ മെഷർ ആണ് ഓവർ ഇ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ സീക്വൻസിന് ഒരു സബ് സീക്വൻസ് ഉണ്ട്. സബ് സീക്വൻസ് എന്താണ്? എഫ് എൻ കെ എന്ന് പറയുന്ന സബ് സീക്വൻസ് ഉണ്ട്. അത് കൺവേർജ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ടു എഫ്. എഫിലേക്ക് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജ് ചെയ്യുന്ന ഒരു സബ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കണം. Since sequence fn tends to f in measure on E, then by the definition of converge in measure, for each eta greater than 0, limit n tends to infinity, measure of set of x belongs to E such that modulus of fn of x minus f of x greater than eta equal to 0. നമ്മുടെ കൺവേർജ് ഇൻ മെഷറിൻ്റെ ഡെഫിനേഷനാണ്. നമുക്ക് ഈറ്റ എന്ന് പറയുന്നത് 1/k നമുക്ക് ചൂസ് ചെയ്യുക. ചൂസ് അവർ ഈറ്റ ഈക്വൽ ടു 1/k ഫോർ ഈച്ച് k ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പർ ആയിട്ടാണ് നമ്മൾ k എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈറ്റയ്ക്ക് വരെ 1/k പ്ലേസ് ചെയ്ത് നമ്മുടെ റിസൾട്ട് എന്തായി മാറും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ 1/k വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈറ്റ എന്ന് പറയുന്ന ഡെഫിനേഷൻ പ്രകാരമുള്ളതിൽ ഈറ്റ എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ 1/k ചൂസ് ചെയ്തിരിക്കുന്നു. സോ വി ക്യാൻ റീപ്ലേസ് അവർ ഈറ്റ ബൈ 1/k. സോ വി ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/k ഈക്വൽ ടു 0. വി ക്യാൻ റൈറ്റ് മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് fj ഓഫ് എക്സ് മൈനസ് f of x greater than 1/k is less than 1/2 raised to k for all j greater than or equal to nk. നമ്മളിങ്ങനെ എഴുതാനുള്ളൊരു കാരണം നമ്മൾ പറഞ്ഞു, ഈറ്റയ്ക്ക് പകരം 1/k പ്ലേസ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ലിമിറ്റാണ്. അതൊരു കൺവേർജൻസ് ആണ്. ഒരു കൺവേർജൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ യു ഹാവ് ടു ഫൈൻഡ് എ സ്റ്റേജ് ഓഫ് നാച്ചുറൽ നമ്പർ. ദാറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ കണ്ടീഷൻ എന്തായിരിക്കും? മോഡുലസ് ഓഫ് മെഷർ ഓഫ് ദ സെറ്റ് minus 0 is less than our epsilon for all n greater than or equal to your stage. അവിടെ നമ്മൾ ഈ എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത് 1/2 raised to k. You can choose our epsilon equal to 1/2 raised to k. So our corresponding to our 1/2 raised to k, there exists a natural number, that is here we take our nk. Nk is the natural number. Satisfying the condition, measure of set of x belongs to E such that modulus of fj of x minus f of x greater than 1/k is less than 1/2 raised to k for all j greater than or equal to nk. ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് k ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴൊക്കെ എങ്ങനത്താണ് വരിക നോക്കാം. യു ക്യാൻ പുട്ട് യുവർ k ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് എന്തായി മാറും? മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് fj of x minus f of x is greater than 1/1, that is our 1, which is less than 1/2 raised to 1, that is our 1/2 for all j greater than or equal to n1. Some n1 is a natural number. There is a stage n1 for our epsilon 1/2. Then yes, statement number 1 I place it. Then we can put our k equal to 2. Then we get the result become measure of set of x belongs to E such that modulus of fj of x minus f of x greater than 1/k, അതായത് 1/2, which is less than 1/2 raised to 2, that is 1/4 actually, for all j greater than or equal to our n2. N2 is the stage corresponding to your epsilon equal to 1/2 raised to 2. This is taken as our statement number 2 and so on. We get നമുക്ക് ഓരോ kക്ക് corresponding ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. Then we have measure of set of x belongs to E such that modulus of fj of x minus f of x greater than 1/2 less than 1/2 for all j greater than or equal to n
where n less than or equal to n2. നമ്മൾ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 k equal to 2 കൊടുത്തപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് measure of a set is less than 1/4 for all j greater than or equal to n2. n2 എന്ന് പറയുന്ന സ്റ്റേജിന് മുകളിൽ വരുന്ന എല്ലാ ജെകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന മെഷർ ഓഫ് എ ദാറ്റ് സെറ്റ് ലെസ് ദാൻ 1/4 ആയിരിക്കും. നമുക്കൊരു കാര്യം അറിയാം, എപ്സിലോൺ ചെറുതാവും തോറും സ്റ്റേജ് നീങ്ങിക്കൊണ്ടിരിക്കും. എപ്സിലോൺ വലുതാകും തോറും സ്റ്റേജ് ചെറുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കൺവെർജൻസിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയുന്നു. വെൻ k equal to 2 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെഷർ ഓഫ് എ സെറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ 1/4 ആഫ്റ്റർ യുവർ n2. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 1/4 പറഞ്ഞപ്പോൾ എനിക്ക് ആഫ്റ്റർ n2 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ലെസ് ദാൻ 1/4നേക്കാളും വലുതായിട്ടുള്ള എപ്സിലോൺ ആയിട്ടുള്ള 1/2 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റേജ് n2 വരയ്ക്ക് പോകേണ്ടി വരില്ല. n2നേക്കാൾ മുമ്പ് തന്നെ എനിക്ക് സ്റ്റേജ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ മാറ്റി എഴുതിയത്. മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് fj of x minus f of x greater than 1/2 less than 1/2 for all j greater than or equal to n. Here we take our n is the quantity which is less than or equal to n2. കാരണം n2 എങ്ങനെയാണ് എടുത്തത്? n2 1/4 എന്നുള്ള എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ n2 എടുത്തത്. എൻ്റെ സെറ്റും കാര്യങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ എപ്സിലോൺ എന്നുള്ളത് 1/4 പകരം അതിനേക്കാളും വലിയ എപ്സിലോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേജ് n2 വരയ്ക്ക് നീങ്ങി പോകേണ്ട കാര്യമില്ല. n2നേക്കാളും മുമ്പ് തന്നെ എനിക്ക് ആ സ്റ്റേജ് ഫിക്സ് ചെയ്യാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n2 എന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ n2നേക്കാളും താഴെയോ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ സാധിക്കും. അത് നമ്മുടെ കൺവേർജൻസിൻ്റെ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേജ് ഫിക്സ് ചെയ്യുന്നതും എപ്സിലോൺ ചെറുതാകുമ്പോൾ സ്റ്റേജ് നീങ്ങിപ്പോകുന്നതും എപ്സിലോൺ വലുതാകുമ്പോൾ സ്റ്റേജ് അടുത്ത് വരുന്നതും അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ ആ ഒരു ആശയമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഓൾസോ വി ഹാവ് സെറ്റ് എക്സ് ബിലോങ്സ് ടു ഇ such that modulus of fj of x minus f of x greater than 1 is a subset of set of all x belongs to E such that modulus of fj of x minus f of x greater than or equal to 1/2. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സെറ്റുകളാണ്. ഇൻക്ലൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെറ്റിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? മോഡ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 വരണം. 1നേക്കാൾ മുകളിൽ വരുന്ന സെറ്റും രണ്ടാം സെറ്റ് 1/2നേക്കാൾ മുകളിൽ വരുന്ന സെറ്റും. അപ്പോൾ 1/2നേക്കാൾ മുകളിൽ വരുന്ന സെറ്റിനകത്താണ് കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കാം. കാരണം മറ്റത് 1നേക്കാൾ മുകളിൽ വരുന്ന പോയിൻറ്റ്സുകൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെറ്റ്, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് modulus of fj of x minus f of x greater than 1 is a subset of set of all x belongs to E such that modulus of fj of x minus f of x greater than 1/2 എന്ന് പറയാൻ സാധിക്കുന്നു. Then we can apply our measure. പിന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമുക്ക് അതിനകത്ത് മെഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ഇൻക്ലൂഷനിലെ മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറയാൻ സാധിക്കും. കാരണം രണ്ട് ഇൻക്ലൂഷനാണല്ലോ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ n2-ൽ നിന്ന് നമ്മൾ n ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആശയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇൻക്ലൂഷൻ ഉണ്ട്. ഈ രണ്ട് ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അതായത് മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 വിച്ച് ഈസ് ലെസ് ദാൻ 1/2 ഫോർ ഓൾ j greater than or equal to n1 where n1 is less than or equal to n. ഇതിൽ ഫോർ ഓൾ j greater than or equal to n1 വരെയുള്ളത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. കാരണം അതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന k equal to 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് എന്ത് വരെ ഫോർ ഓൾ j greater than or equal to n1. പക്ഷെ നമ്മളൊരു കാര്യം കൂടി അഡീഷണൽ പറയുന്നു, where n1 is less than or equal to n. ഇത് ഞാൻ നേരത്തെ n2-ൽ നിന്ന് n ഉണ്ടാക്കിയ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? നേരത്തെ ഞാൻ n2-ൽ നിന്ന് n ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ
which is less than 1 by 2 for all j greater than or equal to n എന്ന് എഴുതി. അതായത് n-നേക്കാൾ വലുത് വരുന്ന എല്ലാ ജെകൾക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് മെഷർ ഓഫ് എ സെറ്റ് ലെസ് ദാൻ 1 by 2 വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് അറിയാവുന്നൊരു കാര്യം, n1-നേക്കാൾ മുകളിൽ വരുന്ന എല്ലാ ജെകൾക്കും എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ measure of set of x belongs to such that modulus of fj of x minus f of x greater than 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 by 2 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നമ്മുടെ n1 എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിനപ്പുറമാണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ അറിയാം എന്താണ്? ഗ്രേറ്റർ ദാൻ 1 by 2 സെറ്റിനകത്ത് മോഡലസ് ഓഫ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2, ആ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 by 2 വരുന്നത് n-നേക്കാൾ മുകളിലുള്ള എല്ലാ ജെകൾക്കും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നേരത്തെ ഒരു ഇൻക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഗ്രേറ്റർ ദാൻ 1 വരുന്ന സെറ്റ് ഗ്രേറ്റർ ദാൻ 1 by 2 വരുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന n1 n-നേക്കാളും താഴെയായിരിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 1 by 2-നേക്കാൾ 1 by 2 ഗ്രേറ്റർ ദാൻ 1 by 2 എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സെറ്റാണ്. അപ്പോൾ ചെറിയ സെറ്റാണ് സത്യത്തിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന പുതിയ നമ്മുടെ സെറ്റ്. മോഡലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ചെറിയ സെറ്റാണ്. ആ ചെറിയ സെറ്റ് ലെസ് ദാൻ 1 by 2 വരണമെങ്കിൽ n1 എന്നുള്ള സ്റ്റേജ് തൊട്ടിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ സെറ്റായിട്ടുള്ള ഗ്രേറ്റർ ദാൻ 1 by 2 മോഡലസ് ഓഫ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2 എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ ലെസ് ദാൻ 1 by 2 വരുന്നുണ്ടെങ്കിൽ n എന്ന് പറയുന്ന സ്റ്റേജ് ഇട്ടിട്ട് വേണം. അപ്പോൾ വലിയ സെറ്റിൻ്റെ കൺവെർജൻസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ സെറ്റിൻ്റെയാണ്. അപ്പോൾ ഒരു പക്ഷേ വലിയ സെറ്റിനാകുമ്പോൾ കുറച്ചധികം പോയിൻറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് n1 എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ n-നേക്കാൾ ചെറുതോ ഈക്വലോ ആകാനുള്ള സാധ്യതയുണ്ട്. സോ ദർ ഇസ് എ പോസിബിലിറ്റി ഈക്വൽ, മിക്കവാറും അത് താഴെയായിരിക്കും. സോ വി ഗെറ്റ് അവർ n1 is less than or equal to n. ഇപ്പം നമുക്ക് കിട്ടിയ കാര്യം ഇത്രേ ഉള്ളൂ. n1 എന്ന് പറയുന്നത് n എന്ന് പറയുന്നതിനെക്കാട്ടും ചെറുതോ ഈക്വൽ ആണെന്ന് കിട്ടി. നേരത്തെ കിട്ടി n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n2 ആണ്. അതായത് n2 n-നേക്കാളും വലുതോ ഈക്വലാണ്. അങ്ങനെ നമുക്ക് ഇപ്പം ഞാൻ k equal to 1ഉം k equal to 2ഉം കൊടുത്തപ്പോൾ k equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് n എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ കിട്ടി. k equal to 2ന് കറസ്പോണ്ടിങ് ആയിട്ട് n2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കിട്ടി. ഇപ്പോൾ ഈ n1ഉം n2 തമ്മിലുള്ള കണക്ഷൻ കിട്ടി. എന്താണ്? n1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n2 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? k equal to 2ഉം k equal to 3ഉം കൂടെ പരിഗണിക്കുക. എന്നിട്ട് ഇതേ പ്രോസസ്സ് ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n3 കിട്ടും. ആൻഡ് സോ ഓൺ വി ഗെറ്റ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ് nk satisfying the condition n1 less than or equal to n2 less than or equal to n3 less than or equal to and so on. അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഫ്രം ദിസ് ഇൻക്രീസിങ് സീക്വൻസ് വി ക്യാൻ ക്രിയേറ്റ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് nk such that n1 less than or equal to n2 less than or equal to n3. അതായത് നമുക്കൊരു ഇൻക്രീസിങ് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനകത്ത് നിന്ന് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് സീക്വൻസ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു നോർമൽ കൺസെപ്റ്റിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇൻക്രീസിങ് സീക്വൻസ് നോർമൽ ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം ഈക്വലായിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഫ്രം ദിസ് ഇൻക്രീസിങ് സീക്വൻസ് nk വി ക്യാൻ കൺസ്ട്രക്ട് എ ഇൻക്രീസിങ് സീക്വൻസ്. അതുകൊണ്ട് നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ nk നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് വി ടേക്ക് അവർ n1 ലെസ് ദാൻ n2 ലെസ് ദാൻ n3 ലെസ് ദാൻ ആൻഡ് സോ ഓൺ. അത്തരത്തിൽ നമുക്ക് nkകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. സെറ്റ് ek is equal to set of x belongs to E such that modulus of fnk minus f greater than 1 by k. ഈ nk എവിടെ നിന്നാണ് വന്നത്? nk നമുക്ക് വന്നത് ഓരോ kകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി, ഓരോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഉണ്ടാക്കി. അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ടാക്കി. ആ സീക്വൻസിൽ നിന്നാണ് നമ്മുടെ nkകൾ വരുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ നമ്മുടെ nk അതിൻ്റെ സബ് സീക്വൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ n1 n2 n3 എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റ്സുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ e1 e2 ഇത്രയെന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്തായിരിക്കും e1?
അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. E1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡ് fn1 മൈനസ് f ഗ്രേറ്റർ ദാൻ 1/1, ദാറ്റ് ഈസ് അവർ 1. fn1 മൈനസ് f ഗ്രേറ്റർ ദാൻ 1 വരുന്ന എക്സുകളുടെ കളക്ഷനാണ് E1. എന്താണ് E2? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡ് fn2 മൈനസ് f ഗ്രേറ്റർ ദാൻ 1/2. അങ്ങനെ നമുക്ക് E1 E2 എത്ര അങ്ങനെ ഓരോ സെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഫോർ ഈച്ച് k. നമുക്ക് കിട്ടുന്ന റിസൾട്ട് then we have measure of ek is less than 1/2 raised to k for each k equal to 1 to 3 etc. infinity. എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമ്മുടെ E1 നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് മോഡ് fn1 മൈനസ് f ഗ്രേറ്റർ ദാൻ 1. മെഷർ ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെഷർ ഓഫ് ദ സെറ്റ്. മെഷർ ഓഫ് ദ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 പ്രകാരം 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? അവിടെ പറഞ്ഞിരുന്നത് when k equal to 1 measure of set of all x belongs to such that mod fj of x minus f of x greater than 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ 1/2 ആയിരിക്കും for all j greater than or equal to n1. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷർ ഓഫ് E1 എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മെഷർ ഓഫ് ദ സെറ്റ് മെഷർ ഓഫ് E1 is less than എപ്സിലോൺ അല്ല, ഇവിടുത്തെ 1/2 ആണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന എപ്സിലോൺ എന്താണ്? 1/2 ആണ് നമുക്ക് അവിടുത്തെ എപ്സിലോൺ. സോ വി ഗെറ്റ് അവർ മെഷർ ഓഫ് E1 is less than 1/2. കാരണം എന്താണ്? നമ്മൾ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് എന്താണ്? n1 ആണ്, fn1 ആണ്. അവിടെ പറഞ്ഞിരുന്നത് ഫോർ ഓൾ j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 ഈ റിസൾട്ട് ട്രൂ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 അവിടെ ട്രൂ ആയിരിക്കും. n1 മുകളിലുള്ള എല്ലാ fnകൾക്കും ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹിയർ വി ടേക്ക് അവർ fn1, therefore we get measure of our E1 is less than 1/2 by the statement number 1. Similarly our E2 പറയുന്നത് fn2 ഉപയോഗിച്ചിട്ടാണ്. fn2ലെ n2 കിട്ടിയിട്ടുള്ളത് k equal to 2 കൊടുത്തപ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു? ഇവിടെ set of all x belongs to E such that modulus of fn2 minus f greater than 1/2 എന്തായിരിക്കും? Statement number 2 പ്രകാരം which is less than 1/2 square, that means less than 1/2 square, that is 1/4 and so on. So generally we get measure of ek. So measure of E1 less than 1/2 കിട്ടി, measure of E2 നമുക്ക് less than 1/2 square കിട്ടി and so on. നമ്മുടെ എപ്സിലോൺ അവിടെ ചൂസ് ചെയ്തതിൽ 1/2 raised to k ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? measure of ek less than 1/2 raised to k for each k equal to 1 to 3 etc. Now measure of ek is less than 1/2 raised to k. Then sigma k equal to 1 to infinity measure of ek less than sigma k equal to 1 to infinity 1/2 raised to k. കാരണം measure of ek കളെല്ലാം less than 1/2 raised to k ആണ്. So sigma k equal to 1 to infinity 1/2 raised to k അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. r less than mod r less than 1 ആണ്. There is a result which is converging, that is converging to 1. Thus infinite series sum നമുക്കറിയാം അത് 1 ആണ്. So we get sigma k equal to 1 to infinity measure of ek is less than 1 means which is less than infinity. It's a finite quantity. അപ്പോൾ sigma k equal to 1 to infinity measure of ek ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ബോറൽ കാൻഡലി ലെമ്മ ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്ത് എന്താണ് പറയുന്നത്? അത്തരത്തിലുള്ളൊരു സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് ek കിട്ടുകയും അവയുടെ മെഷറുകളുടെ സമ്മ് ലെസ് ദാൻ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി വരികയും ചെയ്താൽ ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ ബിലോങ് ടു അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഓഫ് യുവർ ek's. ബോറൽ കാൻഡലി ലെമ്മയിൽ അതാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇയും അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ekലേ ഉണ്ടായിരിക്കുള്ളൂ. ഇൻഫിനിറ്റ്ലി മെനി ekകൾ വരുന്ന എക്സുകളുടെ കളക്ഷൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ k of x, that is a natural number, belongs to n such that x belongs to e implies x not belongs to ek for k greater than or equal to k of x. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഇ എന്ന് പറയുന്ന സെറ്റിലെ ഓൾമോസ്റ്റ് ഓൾ എക്സും ഫൈനൈറ്റ്ലി മെനി ekലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേജ്, അതായത് നമുക്ക് പറയാവുന്നത് എക്സ് ബിലോങ്സ് ടു ഇ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇംപ്ലൈസ് എക്സ് നോട്ട് ബിലോങ്സ് ടു ek ഫോർ ഓൾ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k of x. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ എക്സിനും എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഒരു സ്റ്റേജിനപ്പുറമുള്ള ekകളിൽ അതുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഓൾമോസ്റ്റ് ഓൾ എക്സിനും എന്താണ്? ഫൈനൈറ്റ്ലി മെനി ekലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സുകൾ എടുത്തു കഴിഞ്ഞാൽ
ആ എക്സുകൾ ഫൈനൈറ്റ്ലി മെനി ഇക്കയിലെ വരുള്ളെങ്കിൽ നമ്മൾ ഇക്കകളുടെ സീക്വൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫൈനൈറ്റ്ലി മെനി ആണെങ്കിൽ അവസാനത്തെ ഒരു ഇക്ക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ സീക്വൻസിലെ. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ഇക്കകളിലൊന്നും എന്തുണ്ടായിരിക്കില്ല, നമ്മുടെ എക്സ് ഉണ്ടായിരിക്കില്ല. ഇത് ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് കറസ്പോണ്ടിങ് ടു എവരി എക്സ്. എക്സെപ്ഷനുണ്ട്, കുറച്ച് പോയിന്റുകൾക്ക് മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ, വി ക്യാൻ ഫൈൻഡ് എ natural number k of x such that x not belongs to ek for all k greater than or equal to k of x. That is, x not belongs to ek implies എന്താണ് ek എന്ന് പറഞ്ഞാൽ? ek എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. set of all x belongs to e such that mod fn k minus f greater than 1 by k. അപ്പോൾ ek യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? the quantity is less than or equal to, അവിടെ greater than പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ less than or equal to 1 by k. that means x not belongs to ek means modulus of fn k of x minus f of x is less than or equal to 1 by k. This is for all k greater than or equal to our k of x, which implies sequence fn k of x converging to f of x over for all x belongs to e. For all means almost everywhere x belongs to e. കാരണം നമ്മുടെ ഇവിടെ റിസൾട്ട് ഓൾമോസ്റ്റ് എവരിവെയർ ആണുള്ളത്. കാരണം നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഒന്നുകൂടെ നോക്കുന്നു. നമ്മുടെ കയ്യിൽ എന്താണ്? mod fn k of x minus f of x less than 1 by k for all k greater than or equal to k of x. k of x നേക്കാളും വലിയ എല്ലാ kകൾക്കും ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ 1 by k, k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1 by k ഗോയിങ് ടു 0 ആയിരിക്കും. സോ അവിടെ ഒരു കൺവെർജൻസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സീക്വൻസ് fn k of x ടെൻസ് ടു f of x ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ e. അതായത് ഓൾമോസ്റ്റ് ഓൾ x belongs to e. And it is true for almost all x belongs to e. That is, sequence fn k tends to f point wise almost everywhere on e. അപ്പോൾ നമുക്ക് കിട്ടിയത് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള fn k of xകൾ f of x ലേക്കാണ് കൺവെർജ് ചെയ്യുന്നത്. ഇത് പോയിന്റ് വൈസ് കൺവെർജൻസ് ആണ് പറയുന്നത്. ഈ റിസൾട്ട് ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഇൻ ഇയിലാണ് ട്രൂ ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു? സീക്വൻസ് fn k tends to f point wise almost everywhere on e എന്ന് പറയാൻ സാധിക്കുന്നു. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. ദർ ഇസ് എ സബ്സീക്വൻസ്. ഇപ്പോൾ നമ്മൾ സബ്സീക്വൻസ് fn k ഉണ്ടാക്കി. സബ്സീക്വൻസ് fn k ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ഒരു fn k ഉണ്ടാക്കുമ്പോൾ ഒരു ചിന്ത അവിടെ വരേണ്ടത്, നമുക്ക് ആദ്യം n1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n3 എന്നാണ് അവിടുത്തെ ഇൻക്രീസിങ് സീക്വൻസ് കിട്ടിയത്. പക്ഷേ ആ nkകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മുടെ സബ്സീക്വൻസ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നാച്ചുറൽ നമ്പേഴ്സ് വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. കാരണം എങ്കിലാണ് നമുക്ക് അവിടെ ഒരു സീക്വൻസ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഇൻക്രീസിങ് സീക്വൻസിൽ നിന്ന് നമുക്കൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ടാക്കണം. ആ nkകൾ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സീക്വൻസ് സബ് സീക്വൻസ് fn k ഉണ്ടാക്കി. ആ സബ് സീക്വൻസ് ഇപ്പോൾ എന്ത് പറഞ്ഞു? പോയിന്റ് വൈസ് കൺവെർജിങ് ടു f ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ e എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് പ്രൂഫ്. താങ്ക് യു.